ബഹുമാനപ്പെട്ട ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു തആല അൻഹു സ്വഹാബിയായ മനുഷ്യനാണ്. പാതിരാത്രി സമയത്ത് പരിശുദ്ധമാക്കപ്പെട്ടതായ ഖുർആൻ ഓതിക്കൊണ്ട് നിലകൊള്ളുകയാണ്. സൂറത്തുൽ ബഖറ പാരായണം ചെയ്തുകൊണ്ട് നിലകൊള്ളുകയാണ്. തൊട്ടടുത്ത അദ്ദേഹത്തിൻ്റെതാകുന്ന കുതിര അതിന്റെ ആലയിൽ കെട്ടിയിടപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ സൂറത്തുൽ ബഖറ പാരായണം ചെയ്തുകൊണ്ട് നിലകൊള്ളവേ സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ടവർ വല്ലാത്തൊരു കാഴ്ച കാണുകയാണ്. തന്റെ കുതിര അതിന്റെ കുളമ്പടികൾ ഉയർത്തിക്കൊണ്ട് അതിശക്തമായി നിലത്തിടിക്കുകയാണ്, അതിശക്തമായി കരയുകയാണ്, അതിശക്തമായി അട്ടഹസിക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ എന്തെന്നില്ലാത്ത കരച്ചിൽ കാണുമ്പോ ഓതല് നിർത്തിക്കൊണ്ട് ആ കുതിരയിലേക്ക് അദ്ദേഹം ശ്രദ്ധ ചെലുത്തുകയാണ്. ബഹുമാനപ്പെട്ടവർ ഓതാതിരിക്കുമ്പോൾ കുതിര ശാന്തമാവുകയാണ്. വീണ്ടും ഖുർആൻ എടുത്തുകൊണ്ട് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുകയാണ്. യാ ബനീ إسرائيل اذكروا نعمتي التي أنعمت عليكم وأني فضلتكم على العالمين واستعينوا بالصبر والصلاة وإنها لكبيرة إلا على الخاشعين الذين يظنون أنهم ملاقو ربهم وأنهم إليه راجعون. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറ മനോഹരമായി പാരായണം ചെയ്തുകൊണ്ട് ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു സ്വഹാബി വര്യൻ വീണ്ടും നിലകൊള്ളുകയാണ്. വീണ്ടും അദ്ദേഹത്തിന്റെ കുതിര അതിന്റെ ഉടക്കാലുകൾ ഇതാ ശക്തമായി ഉയർത്തിക്കൊണ്ട് കുളമ്പടികൾ ഇതാ ശക്തമായി നിലത്തേക്ക് ഇടിക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ കുതിരയിലേക്ക് നോക്കി നിൽക്കവേ വീണ്ടും കുതിര ഇതാ ശാന്തമണിയുകയാണ്. വീണ്ടും ഖുർആൻ ഓതാൻ തുനിയുകയാണ്. പാതിരാത്രി സമയമാണ്, ലോകം മുഴുവനും ഉറങ്ങിക്കിടക്കുന്ന സമയമാണ്. ഉസൈദ് റളിയല്ലാഹു തആല അൻഹു ആരാണെന്നറിയണ്ടയോ? ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഏറ്റവും തഖ്വ വെച്ചിട്ടുള്ളതാകുന്ന സഹാബിയാണ്. സഹാബിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല വ്യക്തിത്വമാണ് ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു തആല അൻഹു. ബഹുമാനപ്പെട്ടവർ ഒരു മയ്യത്ത് അടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ, ഒരു ജനാസ കണ്ടു കഴിഞ്ഞാൽ പൊട്ടിക്കരയുകയാണ്. ഒരിക്കൽ ബഹുമാനപ്പെട്ടവരിതാ ഒരു മയ്യത്ത് കൊണ്ട് പൊന്നുമോനെ വാരി പുണരുകയാണ്. ബഹുമാനപ്പെട്ട ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ പുറത്തിറങ്ങിയിട്ട് ആകാശത്തേക്ക് നോക്കുമ്പോ ഒരു വല്ലാത്തൊരു മേഘം കാണുകയാണ്. ഒരു വെളുവെളുത്തതാകുന്ന മേഘം കാണപ്പെടുകയാണ്. ബഹുമാനപ്പെട്ടവരുടെ വീടിന്റെ നേരെ ഏതൊരു കുതിരയാണോ അതിശക്തമായി കാലുകൾ ഉയർത്തിയിട്ടുകൊണ്ട് അട്ടഹസിച്ചത്, ഏതൊരു കുതിരയാണോ അതിന്റെ ആലയിൽ കടന്നുകൊണ്ട് അട്ടഹസിച്ചത്, ആ കുതിരയുടെ ആലയുടെ മുകളിൽ നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവരുടെ ചെറിയ വീടിന്റെ മുകളിൽ ഇരുന്നാ വല്ലാത്ത പ്രകാശം കാണുകയാണ്. നേരം വെളുത്തു. ബഹുമാനപ്പെട്ടവർ റസൂലുള്ളാഹിയുടെ അടുക്കൽ ചെന്നുകൊണ്ട് സുബഹി നമസ്കരിച്ചിട്ട് കാര്യം പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ വല്ലാത്തൊരു കാഴ്ചയാണ് നബിതങ്ങളെ ഇന്നലെ കണ്ടത്. പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ ബഖറ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോ 3 പ്രാവശ്യം ഇതാ എന്റെ കുതിര അതിന്റെ ആലയിൽ കടന്നുകൊണ്ട് കുളമ്പടികൾ ഉയർത്തിക്കൊണ്ട് നിലത്തടിച്ചുകൊണ്ട് അട്ടഹസിക്കുന്നത് കണ്ടു റസൂലേ. എന്റെ പൊന്നുമോനാകുന്ന യഹ്യയെ ഉപദ്രവിക്കുമെന്ന് ഭയന്നപ്പോഴാണ് ഞാൻ ഓതൽ നിർത്തിയത്. ആകാശത്തിലേക്ക് നോക്കി വല്ലാത്തൊരു പ്രകാശം ഞാൻ കാണുകയാണ്. വല്ലാത്തൊരു വെളുത്ത മേഘം എന്റെ ദൃഷ്ടിപടലത്തിൽ കടന്നു വരുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യാ ഉസൈദ് തിൽക സകീന, അത് സമാധാനത്തിന്റെ ദൂതമായി, അത് ആശ്വാസത്തിന്റെ തെളിനീരുമായി നിന്റെ വീട്ടിലേക്ക് കാരുണ്യം വർഷിച്ചുകൊണ്ടിരിക്കുന്ന മലക്കുകളുടെ മേഘമാണ് ആ വെളുത്തതായി നീ കണ്ടത്. ഉസൈദേ, ഉസൈദേ, നേരം വെളുക്കുന്നത് വരെ നീ എങ്ങനെ പാരായണം ചെയ്തിരുന്നെങ്കിൽ ആകാശത്തിൽ നിന്ന് ആ മലക്കുകൾ നിന്റെ വീട്ടിലേക്ക് ഇറങ്ങി വരുന്നത് നേരം വെളുക്കുമ്പോൾ ജനങ്ങൾക്ക് കാണാമായിരുന്നു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. നിന്റെ പ്രിയപ്പെട്ട മകനെ കുതിര ചവിട്ടുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് നീ ഓതല് നിർത്താതെ നീ ഖുർആൻ ഓത്തിൽ തന്നെ മുഴുകിയിരുന്നെങ്കിൽ ആകാശത്ത് നിന്ന് മലക്കുകൾ നിന്റെ വീട്ടിലേക്ക് ഇറങ്ങി വരുന്നത് നേരിട്ട് കാണാമായിരുന്നു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഖുർആൻ ഓതണേ, ഖുർആൻ ഓതണേ. ഖുർആൻ ഓതിയാൽ എല്ലാ വിപത്തുകളും നീങ്ങുകയാണ്. പ്രകാശം അല്ലാഹു ഇടുകയാണ്. മലക്കുകളുടെ ബറക്കത്ത് കൊണ്ട് വീട് ബറക്കത്ത്. മലക്ക്
മലക്കുകളുടെ കാരുണ്യം ഇങ്ങനെ വർഷിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇത് കിട്ടാൻ വേണ്ടിയാണ് ലൈലത്തുൽ ഖദ്ർ നീ നിലകൊള്ളുന്നത്. ലൈലത്തുൽ ഖദ്റിന് എന്തിനാ നീ പോയി പൊട്ടിക്കരയുന്നത്? എന്താണ്? സലാമുൻ ഹിയ ഹത്താ മത്ലഉൽ ഫജ്ർ. പ്രഭാതം വരെ ജിബ്രീൽ അലൈഹിസ്സലാമും കൂടെ കോടാന പ്രത്യേകമായ മലക്കുകളും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് സലാം സലാം, നിനക്ക് രക്ഷയുണ്ടാകട്ടെ, സമാധാനമുണ്ടാകട്ടെ, നിനക്ക് ബറക്കത്തുണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ മുഅ്മിനിന്റെയും വീട്ടിൽ വന്നുകൊണ്ട് രക്ഷയുടെ കവചം തീർക്കുകയാണ്. ഇത് ബഹുമാനപ്പെട്ട ഉസൈദ് ബിൻ ഹുദൈറ റളിയല്ലാഹു അൻഹു ലൈലത്തുൽ ഖദ്റിന്റെ രാവിലൊന്നും അല്ല, അല്ലാത്ത രാവിൽ ബഹുമാനപ്പെട്ടവർ കണ്ടു എന്നാണ് മനസ്സിലാക്കണം. മലക്കുകൾ ബറക്കത്ത് ഇങ്ങനെ ചൊരിയ വീട്ടിലേക്ക്. ഖുർആൻ ഓതണേ, ഖുർആൻ ഓതണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് ഓതി വരുമ്പോ ബറക്കത്താക്കപ്പെട്ട അല്ലാഹുവിന്റെ ഖുർആൻ, ബറക്കത്താക്കപ്പെട്ടതാകുന്ന വിശുദ്ധമായ ഗ്രന്ഥം നിന്റെ വീട്ടിൽ ബറക്കത്തുണ്ടാകാൻ വേണ്ടി നീ കറാത്ത് മറാത്ത് ആവർത്തനത്തോടുകൂടി നീ ഇങ്ങനെ ഓതുമ്പോ നിന്റെ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകും. നിന്റെ വീട്ടിൽ, നിന്റെ കുടിലിൽ, നിന്റെ മക്കളിൽ, നിന്റെ ഭർത്താവിൽ, നിന്റെ ഭാര്യയിൽ, നിന്റെ സഹോദരനിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ അയൽപക്കത്തിൽ, നിന്റെ സമൂഹത്തിൽ, നിന്റെ സമുദായത്തിൽ, നിന്റെ നാട്ടിൽ, എല്ലാത്തിനും അല്ലാഹു ബറക്കത്ത് ഓതണം. ഖുർആൻ ഓതാനുള്ളതാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതൊക്കെ ഓതണം. നമ്മൾ എല്ലാ ദിവസവും ഒരു ജുസ് പാരായണം ചെയ്യാൻ കഴിയുന്നവർ ഓതണം. 30 ജുസ് ആണ്. ഒരു ഖത്തം തീർക്കണമെങ്കിൽ ഒരു ദിവസം ഒരു ജുസ് എന്ന് പറഞ്ഞാൽ 10 പേജാണ്. വലത്തും ഇടത്തും രണ്ട് സൈഡിലുള്ള ഒരു പേജ് ഇങ്ങനെ കണ്ട് എടുത്താൽ 10 പേജ് ഓതുമ്പോ ഒരു ജുസ്. എന്ത് റാഹത്താണ് പോയി തീർക്കാൻ പറ്റും. 2-3 മണിക്കൂറുള്ള സിനിമ ഒറ്റയിരിപ്പിന് നീ ഇരിക്കും. തിയേറ്ററിൽ പോയിട്ടാണെങ്കിലും വീട്ടിലാണെങ്കിലും. ബിഗ് ബോസ് 2 ഇറങ്ങിയിട്ടുണ്ട്, അത് കാണാൻ വേണ്ടി മണിക്കൂറുകൾ നീ ചെലവഴിക്കും. ഇശാ കഴിഞ്ഞവണ് എത്തിക്കാവ് ഒറ്റയിരുത്താൻ രാത്രി 12 മണി വരെ അത് കണ്ടിട്ട് നീ ഇരിക്കും, എഴുന്നേക്കും. പിന്നെ അതുകൂടാതെ പിന്നെ മൊബൈൽ വരികയാണ്. യാ കുറച്ചു നേരം അങ്ങനെ കാണും, അങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ഇതാണ് നിന്റെ അവസ്ഥ. അല്ലാഹു നിന്നെ കാക്കട്ടെ. അങ്ങനത്തെ നീ എന്തുകൊണ്ടൊരു 10 മിനിറ്റ് നീ ഇതിനു വേണ്ടി ചെലവഴിക്കുന്നില്ല? കൂടി വന്നാൽ 20 മിനിറ്റ് വേണ്ട, ഒരു അരമണിക്കൂർ അത്രേ വരുള്ളൂ ഒരു ജുസ് ഓതാൻ. 24 മണിക്കൂർ അല്ലാഹു നിനക്ക് നൽകിയതിൽ ഒരു അരമണിക്കൂർ ചെലവഴിച്ചൂരെ? ഈ അവസാന കാലഘട്ടത്തിൽ കാലം വളരെ മുസീബത്തിലേക്ക് നീങ്ങാൻ, നാശത്തിലേക്ക് നീങ്ങാൻ, ഈ സമയത്ത് നീ ഖുർആൻ ഒന്ന് കയ്യിലെടുത്തൂടെ? ഖുർആൻ ഒന്ന് ഓതിക്കൂടെ? ലോകം മുഴുവനും ഫനായും ഫസാദിലും നിലകൊള്ളുമ്പോ നീ ദീനിലേക്ക് കൂടുതൽ അടുക്കൽ. അല്ലാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സയഅതി സമാനുൻ അലാ ഉമ്മതി, ഒരു കാലഘട്ടം എന്റെ സമൂഹത്തിന് കടന്നു വരും സഹാബ, അസ്സാബിറു ഫീഹിം അലാ ദീനിഹി കൽ ഖാബിദി അലൽ ജംരി. അന്ന് ദീനിന്റെ മേൽ ക്ഷമിച്ച് നിലകൊള്ളുക എന്ന് പറഞ്ഞാൽ തീക്കട്ട കയ്യിൽ വെച്ചുകൊണ്ട് നിലകൊള്ളുന്നവനെ പോലെയാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദീനിന്റെ മേൽ ക്ഷമിച്ച് നമസ്കാരങ്ങൾ 5 വഖത്ത് ചിട്ടവെച്ച് അതിന്റെ റവാത്തിബ് സുന്നത്തുകളൊക്കെ ശ്രദ്ധിച്ച് സകാത്തുകളൊക്കെ കൊടുത്തു വീട്ടി അയൽപക്ക ബന്ധങ്ങൾ ശാക്തീകരിച്ച് എല്ലാവരോടും സ്നേഹവും സൗഹാർദ്ദവും കൈപ്പറ്റിക്കൊണ്ട് നല്ല രീതിയിൽ നല്ല ജീവിതം നയിക്കുക എന്ന് പറയുന്നത് കൽ ഖാബിലി അലൽ ജംറ, തീക്കട്ട കയ്യിൽ പിടിച്ചുകൊണ്ട് നിലകൊള്ളുന്നവനെ പോലെയാണ്. വല്ലാത്തൊരു വാക്കാണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധ്യമാവൂല. ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ദീനനുസരിച്ചുകൊണ്ട് നിലകൊള്ളുക. അങ്ങനത്തെ ഒരു ഘട്ടം വരും എന്റെ ഉമ്മത്തിനെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആ ഒരു ഘട്ടമല്ലേ ഇത്? ഈ സമയത്താണ് നീ നിസ്കാരം നിലനിർത്തേണ്ടത്. ലോകം മുഴുവനും ഉറക്കിലേക്ക് പോകുമ്പോ, എല്ലാവരും ഉറങ്ങുമ്പോ നീ രാത്രി 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്നവനാകണം. നിന്റെ വിഷമങ്ങൾ നാഥനായ റബ്ബിനോട് പറയുന്നവനാകണം. നിന്റെ കച്ചവടത്തിന്റെ പ്രശ്നം, നിന്റെ സാമ്പത്തികമാകുന്ന പരാധീനകൾ, ആരോഗ്യമായ പ്രശ്നങ്ങൾ റബ്ബിനോടൊന്ന് പറഞ്ഞു നോക്കി. ഒരു 40 ദിവസം നിങ്ങൾ നമസ്കാരം ഒന്ന് നിത്യമാക്കി നോക്കി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ജമാഅത്ത് 40 ദിവസം ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ജുമുഅ ജമാഅത്തുകൾ ശ്രദ്ധിക്കും, വലിയ മാറ്റം ഉണ്ടാകും. അല്ലാഹു തൗഫീഖ് തരട്ടെ. വലിയ മാറ്റം ഉണ്ടാകും, ചെറിയ കാര്യമല്ല.
പള്ളിയിൽ തന്നെ 40 ദിവസം ജുമാ ജമാഅത്ത് ഒറ്റ വഖത്ത് ഒഴിയാതെ ഒന്ന് പുരുഷന്മാരൊന്ന് ശ്രദ്ധിച്ചു നോക്കി. ഇന്ന് മുതൽ തുടങ്ങി റമദാൻ വരെയല്ലേ. അള്ളാഹു തൗഫീഖ് തരട്ടെ. എല്ലാവരും തെറ്റിൽ പോവാൻ, എല്ലാവരും മൊബൈൽ ഫോണിൽ അശ്ലീലത കണ്ടുകൊണ്ടിരിക്കുകയാണ്. നീ അപ്പൊ അതെല്ലാം ഒഴിവാക്കിയിട്ട് നീ ഒന്ന് നാദരിലേക്കൊന്ന് തിരിഞ്ഞേ. എല്ലാവരും തെറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അള്ളാഹിലേക്ക് വരുന്നവനെയാണ് ശ്രദ്ധിക്കുക. മറിച്ച് എല്ലാവരും റമദാൻ 27 പടച്ചവനെ എന്ന് വിളിച്ചുകൊണ്ട് തൗബാ കൂടത്തിൽ കൈയിട്ടുകൊണ്ടിരിക്കുമ്പോ നീയും കൂട്ടത്തിൽ കൈയിട്ടു. എന്താ വിശേഷം? അതല്ലല്ലോ കാര്യം. എല്ലാവരും തെറ്റിൽ വ്യാപൃതരാകുമ്പോ നീ ഒന്ന് തിരിയും, നീ നന്നാകും, നീ റബ്ബിലേക്ക് വാ. നീ നിന്റെ ഭാര്യയെ വിളിച്ചോളർത്തി 2 റക്അത്ത് നിസ്കരിക്കുക. ഭർത്താവിനെ വിളിച്ചോളർത്ത് ഭാര്യ ബാ ഇക്ക എഴുന്നേക്ക് ബാ നിസ്കരിക്കാം. ഇക്ക തിരിഞ്ഞു കിടക്കുക, എനിക്ക് ക്ഷീണമുണ്ട്, ഒരുപാട് വൈകിട്ട് ഇന്നലെ കട ഒന്നും വന്നത്, കട അടച്ചു, പലരിക്കട തുടങ്ങിയതാണ്, കൊറോണ വന്നപ്പോ തുടങ്ങിയതാണ്, ചെറിയ വരുമാനമുള്ള മോളെ കടക്കട്ടെ, രാവിലെ എഴുന്നേറ്റ് പോ, സുബൈക്ക് പോകണ്ടേ, ഒക്കെ എഴുന്നേക്ക് 2 റക്അത്ത് നിസ്കരിക്കുക. അല്ലാഹു തആല നമുക്ക് ചെറിയ വീടും ഈ കുടുംബമൊക്കെ നന്നില്ലേ. എത്ര അയൽവക്കക്കാരിലേക്ക് നോക്ക്, മക്കളില്ലാതെ വിഷമിക്കുന്ന എത്ര ആളുകളുണ്ട്, എത്ര നേർച്ചയും വഴിപാടുമായിട്ട് അവർ നടക്കുന്നു. പടച്ചറപ്പ് നമുക്ക് സ്വാലിഹ്യങ്ങളായ മക്കളെ അല്ലാഹു നൽകിയില്ലേ. മക്കളെ നൽകിയെന്ന് മാത്രമല്ല, അംഗവൈകല്യങ്ങളൊന്നും കൊടുക്കാതെ പടച്ചറപ്പ് അവരെ കാത്ത് സംരക്ഷിച്ചില്ലേ. ചെറിയൊരു വാഹനം റബ്ബ് നമുക്ക് നൽകിയില്ലേ. നമുക്ക് ഉതകുന്ന നിലയ്ക്കുള്ള ഒരു ചെറിയ വീടല്ലോ നൽകിയില്ലേ. മഴ പെയ്താൽ ചോർന്നൊലിക്കാത്തൊരു ചെറിയ കൂര അല്ലാഹു നൽകിയില്ലേ. ചൂട് വന്നാലും പ്രശ്നമില്ലാത്ത ഫാനിട്ടുകൊണ്ട് കടക്കാൻ ഒരു ചെറിയ സൗകര്യം പടച്ചിറപ്പ് നൽകിയില്ലേ. വാ എഴുന്നേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ ഭർത്താവിനെ വിളിച്ചുണർത്തിക്കൊണ്ട് നമസ്കരിപ്പിച്ചാൽ റഹിമല്ലാഹു ഇംറഅത, അവൾക്ക് അല്ലാഹു കരുണ ചൊരിയട്ടെ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി നബി ദുആ ചെയ്യുന്നതാ. മനസ്സിലാക്കണം, അങ്ങനത്തെ ഭാര്യമാര് വരണം നമുക്കിടയിൽ. അല്ലാഹു നമ്മുടെ ഭാര്യമാരെ ഇണകളെ അത്തരത്തിൽ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇനി ഭാര്യയെ തിരിഞ്ഞുകിടക്കാൻ സുബൈക്ക് സമയമായി, ഭർത്താവ് എഴുന്നേറ്റു, 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഭർത്താവ് വിളിക്കാം, വാ എഴുന്നേക്ക്, സുബൈക്ക് സമയമായി. എന്നാലും ഒരുപാട് പാത്രമൊക്കെ കഴുകി ക്ഷീണിച്ച് കിടക്കുക, നമ്മളെ എഴുന്നേക്ക് ബാ, ഭാഗത്തെ 2 റക്അത്ത് നിസ്കരിച്ച് സ്നേഹത്തിൽ വിളിക്കുന്നു. ആ വിളിയിൽ അവൾ എഴുന്നേക്കാൻ മടി കാണിക്കുമ്പോൾ ഒരു കുറച്ച് വെള്ളം എടുത്ത് അവളുടെ മുഖത്ത് തെളിച്ചുകൊണ്ടെങ്കിലും വിളിക്കും. ഭർത്താവിനെ അങ്ങനെ വിളിക്കാം. ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് ഒഴിക്കണമെന്നല്ല, തലാക്ക് കിടക്കും, പിന്നെ ഉസ്താദ് പറഞ്ഞിട്ടാന്ന് പറയുന്നത്. ഇതൊക്കെ പറഞ്ഞു കൊടുത്താൽ പിന്നെ അത് മതി, ബക്കറ്റ് വെള്ളം നമ്മൾ ഒഴിക്കും. എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അങ്ങേറ്റം ചെയ്യാൻ നിൽക്കുക. ഒരല്പം വെള്ളം തെളിക്കൽ വിധങ്ങൾ പറഞ്ഞത് പദം പറയാൻ അങ്ങനെയാണ്. അവളുടെ മുഖത്ത് സ്വല്പം വെള്ളം തെളിച്ചിട്ട് അവളെ വിളിച്ചുണർത്തി. അങ്ങനെ വിളിച്ചുണർത്തുന്ന ഭർത്താവിനും അല്ലാഹു കരുണ ചൊരിയട്ടെ എന്നും സയ്യിദുനാ റസൂലുള്ളാഹി. ഇതൊക്കെ ദീനാണ്. ഈ ദീനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കും. അങ്ങനെ ദീനിന്റെ വിഷയത്തിലേക്ക് കൊണ്ടുപോവാ. ഇത് തിയേറ്ററിലോട്ട് കൊണ്ടുപോവാ റാഹത്തായിട്ട്. ബാ പോണ്ട, പടം കാണാൻ പോണ്ട. എവിടെയെങ്കിലും വല്ല ഉത്സവം നടക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് ഓടുക. ദീനിന്റെ ഒരു വിഷയത്തിലേക്ക് നമ്മൾ കാതലായി അടുത്തു വരും. ബറക്കത്തുള്ള സദസ്സുകളിലേക്ക് നമ്മൾ വരും. ദീനിന്റെ മജ്‌ലിസുകളിലേക്ക് വരും. ഖുർആൻ ഓതാൻ മത്സരിക്കും. ഭാര്യ ഭർത്താവ് കൂടി ഖത്തം തീർക്കുന്നതിൽ മത്സരിക്കും. മത്സരിച്ചൂടെ? നിങ്ങൾ അല്ലാത്തതിൽ നല്ലപോലെ നമ്മൾ മത്സരിക്കുമല്ലോ. 2 ദോശ നിങ്ങൾ 5 ദോശ മൂപ്പര് അങ്ങനെ കഴിച്ച് മത്സരിക്കും. നിങ്ങൾ എന്താ ദീനിന്റെ വിഷയത്തിൽ മത്സരിക്കാത്ത? ഖത്തം തീർക്കുക. ഇന്ന് മുതൽ ഖത്തം തീർക്കുക. നമുക്ക് എത്ര പേജ് വെച്ച് ഓതാം. ഞാനിതാ തുടങ്ങും. നമുക്ക് ഫാത്തിഹ 2 പേരും ഒരുമിച്ച് തുടങ്ങി റാഹത്തായിട്ട് അങ്ങനെ ഖത്തം മത്സരിച്ച് തീർക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ ചൊല്ലിൽ 1 ലക്ഷം ചെല്ലാൻ വേണ്ടി നിയ്യത്ത് വെച്ചങ്ങ് തുടങ്ങി. മാഷാ അല്ലാഹ്, വേഗം വേഗം കൗണ്ടർ തസ്ബീഹ് വാങ്ങിച്ചിട്ട് ദിക്ർ ചൊല്ലി തീർക്കും. ആരെങ്കിലും പറഞ്ഞങ്ങ് ഏൽപ്പിച്ചാൽ മതി. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യണം. എന്താ ഔറാദ് നമ്മുടെ ജീവിതത്തിലുള്ളത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് 100 എണ്ണം തികച്ചുണ്ടോ? സലാത്ത് 100 എണ്ണം ഉണ്ടോ? യാ ഹയ്യു യാ ഖയ്യൂം 100 എണ്ണം ഉണ്ടോ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലീം എന്നുള്ള മഹനീയമായ ദിക്ർ നമ്മുടെ ജീവിതത്തിലുണ്ടോ? യാസീൻ സൂറത്ത് നിത്യമായി സുബൈക്ക് ശേഷവും മഗ്‌രിബിന് ശേഷവും പാരായണം ചെയ്യലുണ്ടോ? ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി റസൂലുള്ളാഹി പഠിപ്പിച്ച സൂറത്തുൽ വാഖിയ നമ്മുടെ വീട്ടിൽ നിന്ന് സ്ഥിരമായിട്ട് ഓതാറുണ്ടോ? കൊല്ലത്തിൽ എപ്പോഴെങ്കിലും ഒന്നിനെ കുറിച്ചല്ല, ഖബർ ജീവിതം സന്തോഷം കിട്ടാൻ വേണ്ടിയുള്ള സൂറത്തുൽ മുൽക്ക് നമ്മുടെ വീട്ടിൽ പാരായണം ചെയ്യപ്പെടുന്നുണ്ടോ? സജദ സൂറത്ത് നിത്യമായി പാരായണം ചെയ്യപ്പെടുന്നുണ്ടോ? പിന്നെന്ത് മുഅ്മിൻ, പിന്നെന്ത് വിശ്വാസി? എവിടെയെങ്കിലും റാത്തീവും മൗലൂദും നടക്കുമ്പോൾ മാത്രം അതിൽ വന്ന് കുറച്ചു നേരം പങ്കെടുത്തിട്ട് അതിന്റെ ചീരണി വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഒജിയനിച്ച് കഴിക്കുക. എന്നിട്ട് നമുക്ക് സുന്നി വലിയ ദീനാന്ന് പറയാം. ഇതാണോ ദീൻ? ജീവിതത്തിൽ അമല് വേണം സഹോദരങ്ങളെ. അമലില്ലാതെ രക്ഷപ്പെടൂല. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമസ്കാരങ്ങൾ ചിട്ട വേണം. സകാത്തുകൾ കൊടുത്തു വീറണം. പാവങ്ങളുടെ കണ്ണീരപ്പണം. നിരാലംബര കവലംബമാകണം. നിരാശരർക്ക് ആശ്രയത്വം കൊടുക്കണം. ദീനിനെയും ദീനിന്റെ അഹ്ലുകാരെയും ബഹുമാനിക്കണം. ജീവിതത്തിൽ ബറക്കത്തുണ്ടാക്കിയെടുക്കണം. ജീവിതത്തിൽ ഖുർആൻ നമ്മുടെ കൈപുസ്തകമാക്കണം. നമ്മുടെ കാറ്റലോഗാണെന്നുള്ള തിരിച്ചറിവുണ്ടാവണം.
തീർന്നില്ല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അടങ്ങാത്ത സ്നേഹം വെച്ചുകൊണ്ട് എപ്പോഴും സ്വലാത്തുകൾ അധികരിപ്പിച്ചുകൊണ്ട് നിലകൊള്ളണം. ആഖിറത്തിന് വേണ്ടി പ്രയത്നിച്ചുകൊണ്ട് നിന്റെ ജീവിതം സമ്പുഷ്ടമാക്കണം. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വീട്ടിൽ ബറക്കത്തുണ്ടാകണമെങ്കിൽ ഖുർആൻ ഓതൽ മാത്രമല്ല, മഹാന്മാരോടുള്ള ബന്ധങ്ങൾ നിലനിർത്തണേ. മഹാന്മാരായ ആളുകളെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരണം. നല്ല നല്ല സ്വാലിഹീങ്ങളെ, പണ്ഡിതന്മാരെ വീട്ടിൽ കൊണ്ടുവരണം. ഇത്ബാൻ ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എനിക്കെന്റെ 2 കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോയപ്പോ ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ചെന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയേ ഖദ് അൻകറതു ബസരി യാ റസൂലല്ലാഹ്, എന്റെ 2 കണ്ണിന്റെയും കാഴ്ചശക്തി പരിപൂർണമായി നഷ്ടപ്പെട്ടു പോയ റസൂലേ, അവിടുന്ന് എന്റെ വീട്ടിൽ വന്നുകൊണ്ട് എനിക്കൊരു സ്ഥലം തഈൻ ചെയ്തു തരം, നമസ്കരിച്ചു തരണം റസൂലേ. എനിക്കിനി അവിടുത്തോടൊപ്പം ജുമാ ജമാഅത്തുകൾക്ക് വരാൻ സാധിക്കില്ല, എനിക്ക് പള്ളിയിലേക്ക് വരാൻ പറ്റൂല, 2 കണ്ണിന്റെയും കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ വീട്ടിൽ ഒരു സ്ഥലം അവിടുന്ന് നമസ്കാരത്തിനായി തഈൻ ചെയ്തു തരണം, നിജപ്പെടുത്തി തരണം റസൂലേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. പിറ്റേ ദിവസം ഒരു ദുഹയുടെ സമയമായപ്പോ, 10 മണി സമയമായപ്പോ, ആദരവായ ശഫീആയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്ബാൻ ബിൻ മാലിക് എന്ന് പറയുന്ന ആ സഹാബിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ബഹുമാനപ്പെട്ടവരെ പറയുകയാണ്, കൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടെയുണ്ടായിരുന്നു. 2 പേരും എന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂൽ ഉടനെ തന്നെ എന്നോട് ചോദിച്ചു, ഞാൻ എവിടെയാണ് നമസ്കരിച്ചു തരേണ്ടത്? ആ സ്ഥലമൊന്ന് കാണിച്ചു തരൂ ഇത്ബാനേ. ഞാൻ എന്റെ വീടിന്റെ ഒരു കോർണർ കാണിച്ചു കൊടുക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ സഫായി നിലകൊണ്ടു. റസൂലുള്ളാഹി കൈകെട്ടാ തുനിഞ്ഞു. ഞങ്ങളും റസൂലുള്ളാഹിയോടൊപ്പം നിലകൊള്ളുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം ഞങ്ങളും കൈകെട്ടുകയാണ്. 2 റക്അത്ത് സുന്നത്ത് കൊണ്ട് നമസ്കരിച്ച് വീട് ബറക്കത്താക്കി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നിട്ട് എനിക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. ഇത്ബാൻ ബിൻ മാലിക്കിന്റെ വീട്ടിൽ നീ ബറക്കത്ത് ചൊരിയണേ റബ്ബേ. ആരാണ് ചോദിക്കുന്നത് സഹോദരാ? അനുരാഗത്തിന്റെ അലമാലകൾ കൊണ്ട് ആലിംഗനം ചെയ്ത് ചുടുചുംബനം കൊടുത്ത് കെട്ടിപ്പിടിക്കേണ്ട നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് വീട്ടിൽ വന്നത്. ആ റസൂലുള്ളാഹിയാണ് നമസ്കരിച്ചത്. ആ റസൂലുള്ളാഹിയോടൊപ്പം കടന്നു വന്ന വ്യക്തിയോ അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും അത്യുത്കൃഷ്ട വ്യക്തിയാണ് വസയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമാണ്. 2 പേരും വന്നുകൊണ്ട് ദുആ ചെയ്യുകയാണ്. ആമീൻ പറഞ്ഞു. സഹാബത്ത് വല്ലാത്ത സന്തോഷമായി. ഇത്ബാൻ ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന് ഞാൻ എന്റെ ശബ്ദം ശ്രവിക്കുന്നതായ അലനല്ലൂരിലുള്ള പ്രിയപ്പെട്ട ഉമ്മമാരോട്, ചെറുപ്പക്കാരോട്, എന്റെ ശബ്ദം ശ്രവിക്കുന്നതാകുന്ന ലൈവിലൂടെ കേൾക്കുന്ന പ്രവാസി സുഹൃത്തുക്കളോട് എല്ലാവരോടും സ്നേഹത്തോടുകൂടി കുമ്മനം ഉസ്താദ് ഓർമ്മപ്പെടുത്തുകയാണ്. ആലിമീങ്ങളോടുള്ള ബഹുമാനം, അവരോടുള്ള ആദരവ് നമ്മൾ നിലനിർത്തണേ. അവരെ നമ്മുടെ വീടുകളിൽ കൊണ്ടുവരണേ. മഹത്തുക്കളെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരണേ. അൽ ഉലമാ വറസത്തുൽ അംബിയാ. അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ് പണ്ഡിതന്മാര്. അവര് നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ മുസല്ല വിരിച്ചുകൊണ്ട് ആ നമസ്കാരത്തിനുള്ള സ്ഥലമൊന്ന് കാണിച്ചു കൊടുത്ത് 2 റക്അത്ത് നമസ്കരിപ്പിച്ചുകൊണ്ടൊന്ന് ബറക്കത്താക്കണേ. ആ സ്ഥലത്ത് നമസ്കരിക്കൽ തന്നെ ബറക്കത്താണ്. റസൂലുള്ളാഹി സുജൂദ് ചെയ്ത സ്ഥലം, അല്ലാഹുവിന്റെ ഔലിയാക്കൾ സുജൂദ് ചെയ്ത സ്ഥലം, അവരിരുന്ന സ്ഥലം, അവർ കാല് വെച്ച സ്ഥലം, അത് ബറക്കത്താണ്, ബറക്കത്താണ്. വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ലാ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം പരിശുദ്ധമായ കഅബ പണിയാൻ വേണ്ടി നിലകൊണ്ടപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുത്തതായ ഒരു കല്ലല്ലയോ മഖാം
മഖാം ഇബ്രാഹിം. ആ കല്ലിന്റെ പുറത്തേക്ക് ബഹുമാനപ്പെട്ടവർ കാലെടുത്തു വെച്ചു. ആ കല്ല് ഓരോ പടവുകൾ ഉയർത്തുമ്പോഴും അവിടേക്ക് എത്തിച്ചു കൊടുത്തു. കല്ലെടുത്ത് ബഹുമാനപ്പെട്ടവരുടെ കയ്യിലേക്ക് ഇസ്മായിൽ അലൈഹിസ്സലാം കയ്യിലേക്ക് കൊടുക്കുമ്പോ ഈ കല്ലിലേക്ക് അങ്ങ് കയറി നിൽക്കുമ്പോ സുബ്ഹാനല്ലാഹ് ലിഫ്റ്റായി ഏതൊരു സ്ഥലത്തേക്കാണോ കൊണ്ടുപോയി വെക്കേണ്ടത് അവിടേക്ക് ഈ കല്ല് ബഹുമാനപ്പെട്ടവരെ കൊണ്ടുപോയാണ്. ആ കല്ലല്ലയോ പരിശുദ്ധമായ കഅബയുടെ പരിസരത്ത് ഒരു ചില്ലും കൂട്ടിലായിട്ട് പടച്ചറപ്പ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അതിനെ കുറിച്ചല്ലയോ ഖുർആൻ പറഞ്ഞത്, വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ലാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ ഈ കേവലം കല്ലുണ്ടല്ലോ, ആ കല്ലിന്റെ പിന്നിൽ നിന്നുകൊണ്ട് മുസ്ലിമേ നീ തവാഫ് ചെയ്തതിന് ശേഷം 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ബറക്കത്തുള്ളമായ സ്ഥലമാണ് ഈ കല്ല്. ഇനി കഅബയെ കുറിച്ച് ഖുർആൻ പറഞ്ഞതോ, ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകാ വഹുദൽ ലിൽആലമീൻ. പരിശുദ്ധമാക്കപ്പെട്ട കഅബയെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആനിലൂടെ പറയുകയാണ്, ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ്. ഈ ലോകത്തുള്ള ജനങ്ങൾക്ക് വേണ്ടി ആദ്യമായി പണിയപ്പെട്ടതായ പടച്ചറപ്പിനെ ആരാധിക്കാൻ വേണ്ടി പണിതാകുന്ന ആദ്യത്തെ ഗേഹമേതെന്നറിയുമോ? അത് പരിശുദ്ധമാക്കപ്പെട്ട മക്കയാകുന്ന മക്കയിൽ അല്ലാഹു നിർമ്മിച്ചതായ മുബാറക്കായ ഗേഹമാണ്. അത് കഅബയാണ്, കഅബത്തുൽ മുശറഫയാണ്. കഅബയെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് മുബാറക, ബറക്കത്താണ്, ബറക്കത്താക്കപ്പെട്ടതായ ഗേഹമാണ്. ആ ബറക്കത്താക്കപ്പെട്ട ഗേഹത്തിന്റെ പരിസരത്തുള്ളതാകുന്ന മഖാം ഇബ്രാഹീമും ബറക്കത്താണ്, ബറക്കത്താണ്. ആ പരിശുദ്ധമാക്കപ്പെട്ട കഅബയുടെ പരിസരത്ത് സ്ഥിതി ചെയ്യുന്നതായ, അതിന്റെ ഓരത്ത് ഭിത്തി ചെയ്യപ്പെട്ടതായ ഹജറുൽ അസ്വദിനും ബറക്കത്താണ്. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ടതായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ ജനങ്ങളോടൊപ്പം വന്നുകൊണ്ട് തവാഫ് ചെയ്തിട്ട് പരിശുദ്ധമാക്കപ്പെട്ട ഹജറുൽ അസ്വദ് ചുംബിച്ചുകൊണ്ട് പറയുകയാണ്, ഇന്നി ലഅലമു അന്നക ഹജറുൻ. എനിക്കറിയാം നീ കേവലം ഒരു കല്ല് മാത്രമാണ്. ഹജറുൽ അസ്വദ്, കറുത്ത കല്ല്, നീ കേവലം ഒരു കല്ല് മാത്രമാണ്. നീ വെളുത്ത കല്ലായിരുന്നു. നിന്നെ സ്വർഗ്ഗലോകത്ത് നിറക്കപ്പെട്ടതാണ്. നിന്നെ വന്നുകൊണ്ട് പാപമംഗലമാകുന്ന കരങ്ങളുമായി ആദം സന്തതികൾ വന്നുകൊണ്ട് തൊട്ടപ്പോ അവരുടെ പാദത്തെ, അവരുടെ പാപം നിമിത്തമായിട്ട് നീ കറുകറുത്തു പോയതാണ്. ഇന്നി അഅലമു അന്നക ഹജറുൻ ലാ തളറു വലാ തൻഫഉ. ഒരു പ്രയോജനവും ചെയ്യുകയില്ല, ഒരു ഉപദ്രവവും നിന്നെ കൊണ്ടുണ്ടാവുകയില്ല. അങ്ങനത്തെ കേവലം ഒരു കല്ല് മാത്രമാണ്. പക്ഷേ വലൗലാ അന്നീ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുഖബ്ബിലുക മാ ഖബ്ബൽതുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ചുംബിക്കുമായിരുന്നില്ല. റസൂൽ നിന്നെ ചുംബിച്ചപ്പോൾ മനസ്സിലായി നീ കേവലം ഒരു കല്ലല്ല, നിനക്ക് ശ്രേഷ്ഠതയുണ്ട്, നിനക്ക് ബറക്കത്തുണ്ട്. അതുകൊണ്ടാണ് നിന്നെ ഞാൻ ചുംബിക്കുന്നത് എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. മനസ്സിലാക്കണം നമ്മൾ, ഹജറുൽ അസ്വദ് ബറക്കത്താക്കപ്പെട്ട കല്ല്. അതുകൊണ്ടാണ് അതിനെ ചുംബിക്കുന്നത്, അതിനെ തൊട്ടുമുത്തുന്നത്. അതിനെ സാധിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഇശാറത്താക്കിയിട്ട് കൈമുത്തും. ഇതൊക്കെ മനസ്സിലാക്കണം നമ്മൾ. ദീനിന്റെ അടിസ്ഥാനം അതാണ്. അല്ലാഹു ബഹുമാനിച്ച വസ്തുക്കളെ ബഹുമാനിക്കുക. ബറക്കത്തുള്ള എല്ലാ വസ്തുക്കളെയും, അത് കേവലം ചേതനേറ്റതാകുന്ന വസ്തുക്കൾ കല്ലായിരുന്നാലും ശരി, ഞാൻ മനസ്സിലാക്കുക. ബഹുമാനിക്കാൻ പറഞ്ഞോ, ബഹുമാനിക്കണം. അതാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നീ ഒരു ബുദ്ധിമുട്ടും ഒരു നന്മയും ചെയ്യാത്ത ഒരു കല്ലാണെന്ന് എനിക്കറിയാം. അതിലുള്ള വസ്തുതയെ നോക്കിയിട്ട് പറയാൻ. പിന്നെ നിന്നെ ഞാൻ ചുംബിക്കുന്നത് എന്തിനാണ്? എന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നബി ചുംബിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി നീ കേവലം ഒരു കല്ലല്ല എന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ചുംബിക്കുന്നത്. സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ബറക്കത്ത് അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ആ ബറക്കത്ത് എല്ലായിടത്തും ഉണ്ട്. ഈ ഇരിക്കുന്ന പ്രായം ചെന്നവരിലുണ്ട്. പ്രായം ചെന്നവരിൽ ബറക്കത്തുണ്ട്. പറയാൻ ബറക്കത്തിനെ പറ്റി പറയാൻ ഒരുപാടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഒരുപാട് പറയാനുണ്ട്.
ആകാശത്ത് നിന്ന് പെയ്യുന്ന മഴയെക്കുറിച്ച് ഖുർആൻ പറഞ്ഞു ബറക്കത്തുള്ളതാണ്. وَنَزَّلْنَا مِنَ السَّمَاءِ مَاءً مُبَارَكًا فَأَنبَتْنَا فِيهِ جَنَّاتٍ وَحَبَّ الْحَصِيدِ وَالنَّخْلَ بَاسِقَاتٍ لَهَا طَلْعٌ نَضِيدٌ رِزْقًا لِلْعِبَادِ وَأَحْيَيْنَا بِهِ بَلْدَةً مَيْتًا كَذَلِكَ الْخُرُوجُ وَنَزَّلْنَا مِنَ السَّمَاءِ مَاءً مُبَارَكًا ആകാശത്ത് നിന്ന് നാം നിങ്ങൾക്ക് ഇറക്കി തരുന്നതായ ബറക്കത്തുള്ളതാകുന്ന വെള്ളമാണ്. ഏതാണ് മഴ? മഴയെ പറ്റി ഖുർആൻ പറയാൻ മഴ എന്ന് പറയുന്നത് ബറക്കത്തുള്ള വെള്ളമാണ്. അതിന്റെ ശ്രേഷ്ഠത ശാസ്ത്രം തന്നെ പറയുന്നുണ്ടല്ലോ. സാധാരണ വെള്ളം പോലെയല്ല, ചില കണികകൾ ഭയങ്കരമാണ്, ഇതിൽ എഫക്റ്റീവാണ്. മറ്റുള്ള സാധാരണ വെള്ളം പോലെയല്ല, അതിനൊരു പവർ ഉണ്ട്. അതുകൊണ്ട് തന്നെ മാഅം മുബാറക്കൻ ഖുർആൻ പറഞ്ഞു അത് ബറക്കത്തുള്ള വെള്ളം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇങ്ങനെ ഖുർആൻ ഒരുപാട് സാധനത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ഇഷ്ടം പോലെ. ഒലിവ് മരത്തെ പറ്റി ഖുർആൻ പറഞ്ഞു. ഒലിവ് മരം എന്താണത്? ബറക്കത്തുള്ള വൃക്ഷമാണ്. ഖുർആൻ പറഞ്ഞു ആയത്താണ്, ഞാൻ വെറുതെ പറയല്ല. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് അൽ മിസ്ബാഹു ഫീ സുജാജ الزجاجة كأنها كوكب دري يوقد من شجرة مباركة زيتونة لا شرقية ولا غربية يكاد زيتها يضيء ولو لم تمسسه نار نور على نور يهدي الله لنوره من يشاء ويضرب الله الأمثال للناس والله بكل شيء عليم. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നു ശജറത്തിൻ മുബാറക, ബറക്കത്താക്കപ്പെട്ട വൃക്ഷമാണ് ഒലിവ് മരം. ബറക്കത്താക്കപ്പെട്ട വൃക്ഷം ഒലിവുങ്കായ. മനസ്സിലായില്ലേ? അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇങ്ങനെ ഖുർആൻ എടുത്ത് പരിശോധിച്ചത് ബറക്കത്തിനെ കുറിച്ച് പറഞ്ഞ സ്ഥലങ്ങൾ ഹദീസല്ലേ ഇപ്പൊ പോയത്. നമുക്ക് കുറച്ച് ആയത്തുകളിൽ മാത്രമേ ഇപ്പൊ പോയിട്ടുള്ളത് ബറക്കത്ത് എന്ന വാക്കിനെ. ഹദീസിനെ കുറിച്ച് പോയാൽ പിന്നെ 50 ദിവസമെങ്കിലും കുറഞ്ഞു വേണം. അതുപോലെ ജീവിതം മുഴുവൻ ബറക്കത്ത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ബറക്കത്താക്കപ്പെട്ടതായ അഹ്ലുകാരോടൊപ്പം നിലകൊണ്ടോ. ഈ ബറക്കത്ത് എവിടെയാ ഉള്ളത്? ഇത് അമ്പിയാക്കൾ, അവരുടെ പിന്തലമുറക്കാരാകുന്ന ഉലമാ, പണ്ഡിതന്മാർ, ഔലിയാക്കൾ, അവരുടെ കൈവശമായി ബറക്കത്ത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ മനസ്സിലാക്കുന്നത് പോലെയല്ല ഈ ബറക്കത്ത് നമുക്കിടയിലുമുണ്ട്. അൽ ബറക്കത്തു മഅൽ അകാബിർ. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചതായ ഹദീസ് അതാണ്. അൽ ബറക്കത്തു മഅൽ അകാബിരി, പ്രായം ചെന്നവരോടൊപ്പമാണ് ബറക്കത്ത് എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഞാൻ നിർത്തുകയാണ് ഈ ഒറ്റ ഹദീസ് ശ്രദ്ധിച്ചോ. പ്രായം ചെന്നവരോടൊപ്പം ബറക്കത്ത്. ഇന്ന് സമൂഹത്തിൽ നഷ്ടപ്പെട്ടു പോയത് ഈ പ്രായമായവരെ ബഹുമാനിക്കാതെ ആയിപ്പോയി എന്നുള്ളതാണ്. ബഹുമാനം എല്ലായിടത്തും ഇല്ല, എല്ലാ സ്ഥലങ്ങളിലും ബഹുമാനം നഷ്ടപ്പെട്ടു പോയി. ഭക്ഷണത്തോടുള്ള ബഹുമാനം നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടല്ലേ ഭക്ഷണത്തിന്റെ രൂപത്തിൽ ക്ലോസറ്റിന്റെ മാതൃകയിൽ കേക്കുണ്ടാക്കിയിട്ട് കല്യാണ സദസ്സുകൾ വിളമ്പുന്നത്.
എന്നിട്ട് അതിങ്ങനെ തോണ്ടി കായ് വെച്ച് കൊടുക്കുക, ആഴത്തായിട്ട് കഴിക്കും, തടി വെക്കട്ടെ. അള്ളാഹു നമ്മളെ കാലത്ത് രക്ഷിക്കട്ടെ. ബഹുമാനം നഷ്ടപ്പെട്ടു പോയി. ആരായിരുന്നു ചെയ്യുന്നത്? കുന്തും ഖൈറ ഉമ്മ, നിങ്ങളാണ് ഏറ്റവും ഉത്തമ സമുദായം എന്ന് വിശുദ്ധമായ ഖുർആൻ അടയാളപ്പെടുത്തിയതാകുന്ന ഉമ്മത്ത് മുഹമ്മദിന്റേതാകുന്ന അവസ്ഥയാണിത്. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. നമ്മുടെ അവസ്ഥ ഏറ്റവും വലിയ ഉത്തമ സമുദായം എന്ന ഖുർആൻ അടയാളപ്പെടുത്തിയ ഉമ്മത്താണ് ഈ പരിപാടി. കുളാശത്തിന്റെ രൂപത്തിൽ കേക്ക് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കറക്റ്റ് അമേദ്യത്തിന്റെ കളറും കോലവും ഒക്കെ അതൊക്കെ ഉണ്ടാക്കിയവരുടെ ചിന്താഗതി സമ്മതിക്കണവരെ, അവരെയാണ് പോയിട്ട് പൂജിക്കേണ്ടത്. താത്താമാര് ഈ കൊറോണ വന്നപ്പോൾ പഠിച്ച 2-3 സംഗതികളാണ് ഇത്. നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കാൻ പഠിച്ചോ, അത് ഭർത്താക്കന്മാർക്ക് നല്ല ഭക്ഷണവും കുഴിമന്തിയും കിഴി പൊറോട്ടായും നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തോ, നല്ല വിവിധ തരത്തിലുള്ളതാകുന്ന ഭക്ഷണങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. അതിനൊന്നും ഇസ്ലാം എതിർക്കുന്നില്ല. അത് വേണം, നല്ല ഭർത്താവിനെ സന്തോഷിപ്പിക്കുക, കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകുക. പുറത്തൊന്നും പിന്നെ പോയി വാങ്ങിച്ചു കൊടുക്കണ്ടല്ലോ. ഇവിടെ തന്നെ ഭാര്യ തന്നെ ഇതെല്ലാം ഉണ്ടാക്കുമെങ്കിൽ റാഹത്തല്ലേ, ചെലവും ചുരുങ്ങി കിട്ടും. പഠിക്കും വിവിധ ഭാര്യമാരുടെ കഴിവുകളാണ്. അല്ലാഹു നമ്മുടെ ഭാര്യമാർക്ക് ബറക്കത്ത് നൽകട്ടെ. ആമീൻ പറയാൻ വേണ്ടി ഉറക്കെ പറയും. അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. ഭർത്താക്കന്മാർക്കും അല്ലാഹു ബറക്കത്ത് ചൊരിയട്ടെ. വേണം, അത് വേണം. സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന അതിനൊക്കെ നിങ്ങൾ തയ്യാറായി. പക്ഷെ ഇത്തരത്തിലുള്ളതാകുന്ന നീചവൃത്യങ്ങൾക്ക് കുടുംബങ്ങൾ ഒരിക്കലും കൂട്ടുനിൽക്കാൻ പാടില്ല. ഗൗരവത്തിൽ ചിന്തിക്കണം. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ബഹുമാനങ്ങൾ എടുത്തുപോയി. എല്ലാത്തിനോടുമുള്ള ബഹുമാനം, ഭക്ഷണത്തോടുള്ള ബഹുമാനം, ആ ഭക്ഷണത്തിന്റെ രൂപത്തിൽ അമേദ്യത്തിൻ്റെതാകുന്ന കോലത്തിലും രൂപത്തിലുമൊക്കെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അത് വലിയ സദസ്സുകളിൽ ക്യാമറ വെച്ചിട്ട് മറ്റുള്ളവർക്ക് മുഴുവനും പ്രചരിപ്പിക്കുകയാണ് തെറ്റ്. അവിടെയാണ് വിഷയം. ഈ ഉമ്മത്ത് മുഹമ്മദിനെ നിന്യന്മാരും നിസ്സാരന്മാരുമായിട്ട് വീണ്ടും ആക്കി തീർക്കുന്നു. അല്ലെ തന്നെ വൈകിട്ട് 8 മണിക്കത്തെയും 10 മണിക്കത്തെയും ചർച്ച മുഴുവൻ, ചാനൽ മുഴുവനും ഉമ്മത്ത് മുഹമ്മദിനെ കുറിച്ച്. ഈ സമുദായത്തെ എപ്പോഴും പ്രതിക്കൂട്ടിലാക്കി നിർത്തിയിരിക്കുകയാണ്. എല്ലാ വൈകുന്നേരത്തെ ചർച്ചകളിലും പർദ്ദയിട്ടതാകുന്ന സഹോദരി അവിടെ നിന്നു. അവൾ അവിടെ ലൈവ് ചെയ്തിട്ട് അവൾ അവിടുന്ന് എടുത്ത് കനാലിലേക്ക് ചാടി. കണ്ടില്ലേ വാർത്ത? അതൊക്കെയാണ് വാർത്ത. അതായത് മുസ്ലിം സ്ത്രീ എന്ത് ചെയ്യുന്നു, മുസ്ലിം ഉമ്മത്ത് എന്ത് ചെയ്യുന്നു, അതാണ് ചർച്ച മുഴുവൻ. മുഖം മറച്ചതാകുന്ന സ്ത്രീ അവൾ ഇതാ കലാലയത്തിലേക്ക് വന്നു. അപ്പോൾ ഇതാ തടഞ്ഞു. ചർച്ച, വൈകിട്ടത്തെ ചർച്ച. മുസ്ലിം ചെറുപ്പക്കാർ 2 പേര് അവിടെ കൊല ചെയ്യപ്പെട്ടു. മലപ്പുറത്ത് ഇന്നത് നടന്നു. മലപ്പുറത്ത് ആന ചെരിഞ്ഞു. ഭയങ്കരമായി മലപ്പുറത്ത് ആന ചെരിഞ്ഞു. അല്ലേ? ഞാൻ പറഞ്ഞു, ഈ ഉമ്മത്തിനെ ഇങ്ങനെ കരിവാരി തേച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അതിന് കൂടുതൽ സപ്പോർട്ട് ആരുടെ ഭാഗത്ത്? നമ്മുടെ ഉമ്മത്തിൽ നിന്ന് ഏറ്റവും നല്ല സുന്ദരമായ പവിത്രമാക്കപ്പെട്ട വളരെ ചുരുങ്ങിയ നിലയിൽ തീർക്കണമെന്ന് റസൂലുള്ള പറഞ്ഞ, റസൂലുള്ളാഹിന്റെ തിരുസുന്നത്തായി റസൂലുള്ള പഠിപ്പിച്ചതാകുന്ന, റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ എവിടെയും ഇത്തരത്തിലുള്ള പ്രവണതകൾ പാടില്ല എന്ന അർത്ഥശങ്കക്കിടയില്ലാതെ റസൂലുള്ള പറഞ്ഞതാകുന്ന ഉമ്മത്തിൽ നിന്ന് കടന്നു വന്ന ഇത്ര നീചമായ പ്രവർത്തനം. അതെങ്ങനെയാ? 10 ആളെ കാണിച്ച് അത് ഷൂട്ട് ചെയ്ത് ലോകം മുഴുവൻ കാണിച്ചിട്ട് ഇത് കാക്കന്മാരുടെ പരിപാടിയാണ് സമൂഹത്തെ അറിയിക്കുക. ഇനി ഇതിൽ കൂടുതൽ നിന്ദത വേറെ വല്ലതും വേണം? ഓൾറെഡി നിന്ദിച്ചും മറ്റേതാക്കിയും പ്രശ്നങ്ങളാക്കി ഇവിടെ സമൂഹത്തിൽ ഇങ്ങനെ നടക്കുന്നു. അതിനിടയിൽ വീണ്ടും വീണ്ടും നിന്ദത. ആരിൽ നിന്ന്? ഈ ഉമ്മത്തിൽ നിന്നല്ല. ഇത്തരത്തിലെ നീചവൃത്തികൾ ചെയ്യുന്നവർ അവർ ഇസ്ലാം ദീനിൽ നിന്ന് മാറി നിൽക്കട്ടെ. എന്തിന് മുസൽമാന്റെ പേര് വെച്ചുകൊണ്ട് നിലകൊള്ളണം? സുലൈമാൻ എന്ന പേര് വെച്ചിട്ട് മോശപ്പെട്ടതാകുന്ന പ്രവണത നിന്റെ ജീവിതത്തിൽ എന്ത് വരണം? മുഹമ്മദ് എന്ന പേര് വെച്ചിട്ട് റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ വരാത്തതാകുന്ന, അല്ലെങ്കിൽ ഈ ഉമ്മത്തിന് ചേരാത്തതാകുന്ന നീച പ്രവർത്തനങ്ങൾ ഇസ്ലാം അനുവദിക്കുന്നില്ല. ഇസ്ലാമിൽ നിന്ന് നീ പുറത്തു പോയിട്ട് വേറെ ഏതെങ്കിലും മതത്തിന്റെ വക്താവായിട്ട് ചെയ്തോ, ദീനിൽ നിന്ന് ചെയ്യാൻ സമ്മതിക്കില്ല. പരിശുദ്ധ ഇസ്ലാം ഇവിടെ സമ്പൂർണ്ണമാണ്. ഈ ഇസ്ലാമിലേക്ക് ആവശ്യമില്ലാത്തതാകുന്ന പ്രവണതകൾ കൊണ്ടുവന്ന് ഇസ്ലാമിന്റെ പ്രവർത്തനമാണെന്ന് ഇവിടെ കാട്ടിക്കൂട്ടാൻ ആരും തന്നെ തുനിയേണ്ടതില്ല. അതിന് സമ്മതിക്കുകയുമില്ല. നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ആരെങ്കിലും നമസ്കാരങ്ങൾ നിലനിർത്തിയിട്ടുണ്ടോ? നിങ്ങളെ വെല്ലുവിളിക്കുന്നു. ബഹുമാനപ്പെട്ട മുഈനുദ്ദീൻ ജിസ്സി അജ്മീരി റളിയല്ലാഹു അൻഹു ജീവിതം പറഞ്ഞില്ലേ, 70 ദിവസത്തോളം പകൽ നോമ്പനുഷ്ഠിച്ചിട്ട് രാത്രിയിൽ മുഴുവൻ നമസ്കരിക്കുന്നു. ഈ രീതിയിലുള്ള പ്രവണതകൾ ചെയ്യുന്നവർക്ക് ഒരു 10 ദിവസം തികച്ച് നോമ്പ് പിടിക്കാൻ സാധിക്കുമോ? റജബിൽ 10 പാവങ്ങളുടെ കണ്ണീരപ്പാൻ സാധിക്കുമോ? 10 ദിവസം തഹജ്ജുദ് നമസ്കരിക്കാൻ രാത്രിയിൽ എഴുന്നേൽക്കുമോ? ദീനിന്റെ വിഷയത്തിലേക്ക് കടന്നു വരും. അവിടെയല്ലേ നിങ്ങളുടെ വാശിയും വീറും കാണിക്കേണ്ടത്. അശ്ലീലത കാണിച്ചിട്ടാകരുത്, ദീനിനെതിരെ അശ്ലീലത കാണിച്ചിട്ടാകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാകുന്ന ദീനിനെ നിങ്ങൾ ഇത്തരത്തിൽ നീചവൃത്തിയാക്കാൻ പാടില്ല, നിന്ദിക്കാൻ പാടില്ല.
എത്രത്തോളം പണ്ഡിതന്മാർ പറഞ്ഞു, ഭക്ഷണത്തിൻ്റെതാകുന്ന തളികയിലേക്ക് നിങ്ങൾ പോയിരിക്കണം. വലാ യുഅ്മറു ബിതഖ്ദീമിഹി, ഭക്ഷണം കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ കൽപ്പിക്കാൻ പാടില്ല. ലിഅന്നഹു ഇസ്തിഹാന. പറഞ്ഞ മനസ്സിലായില്ല? നമ്മൾ നേരത്തെ പോയി അവിടെ പോയി ഇരുന്നതിന് ശേഷം വേണം തീന്മേശയിലേക്ക് ഭക്ഷണം കൊണ്ടുവരാൻ എന്നാണ്. നമ്മൾ ചെന്നിരുന്നതിന് ശേഷം വേണം ഭക്ഷണം വരാൻ. നേരത്തെ ഭക്ഷണം വിളമ്പി വെക്കാൻ പറയാൻ പോലും പാടില്ല. ലിഅന്നഹു ഇസ്തിഹാന, അത് ഭക്ഷണത്തോട് കാണിക്കുന്ന നിന്ദ്യതയാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തും. ആണ് വിശുദ്ധ ഇസ്ലാം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ويجلس كجلسة المتواضع وكان النبي صلى الله عليه وسلم يجلس كجلسة المتواضع. വിനയാന്വിതനിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് പോലെ റസൂലുള്ള ഭക്ഷണത്തിന്റെ മുന്നിൽ ഇരിക്കുമായിരുന്നു. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. ആകുലു കമാ യഅകുലുൽ അബീദ്, ഒരടിമ തിന്നുന്നത് പോലെയാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. വിനയത്തോടുകൂടി. ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ് എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നിലത്തിരുന്നുകൊണ്ട് ഞാൻ വളരെ വിനയത്തോടുകൂടി ഞാൻ ഭക്ഷണം കഴിക്കുന്നത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആരായി പറയുന്നത്? സൃഷ്ടികളിലെ ഏറ്റവും സമുന്നത വ്യക്തിത്വം മുഹമ്മദ് മുസ്തഫ. ആ പ്രവാചകന്റെ അനുയായികളാണ് നമ്മളോ? നമ്മളെങ്ങനെയാ കഴിക്കുന്നത്? നമ്മൾ ഇരുന്നും ചെരിഞ്ഞും കടന്നും ഒക്കെ ഭക്ഷണം കഴിക്കാം, നിന്നും ഒക്കെ വെള്ളം കുടിക്കാം. ഇന്ന് ശാസ്ത്രം തന്നെ പറയും നിന്നുകൊണ്ട് വെള്ളം കുടിക്കരുതേ. റസൂൽ 1400 വർഷം മുമ്പ് പറഞ്ഞു നിന്നുകൊണ്ട് കുടിക്കരുത്, മാറാവ്യാധി കൊണ്ട് നിന്നെ പരീക്ഷിക്കും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇന്ന് ശാസ്ത്രം പറയുന്നു പലവിധ അസുഖങ്ങൾ ഉണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും. നിന്നുകൊണ്ട് വെള്ളം കുടിച്ചാൽ, ഒറ്റയടിക്ക് കമത്തി വെള്ളം കുടിച്ചാൽ അസുഖം ഉണ്ടാകും. ഇറുക്ക് പതുക്കെ ഓരോ ഇറുക്ക് വെച്ച് കുടിക്കൻ, ഇരുന്നു കൊണ്ട് കുടിക്കൻ, സാവധാനത്തിലാകൻ, തലമറച്ചുകൊണ്ട് കുടിക്കൻ. ഇതിനൊക്കെ വിശുദ്ധ ഇസ്ലാം പറയുന്ന ആദർശം മനസ്സിലാക്കണം. ബിസ്മില്ലിട്ട് കുടിക്കൻ, കുടിച്ചതിന് ശേഷം അൽഹംദുലില്ലാ പറയും. എത്ര സുന്നത്തുകളുണ്ട്. വലത് കൈ കൊണ്ട് കുടിക്കൻ. നമ്മൾ ഈ സുന്നത്തുകളൊന്നും പാലിക്കുന്നില്ല. ദൈനംദിനം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു വരുന്നതാണ്. ബറക്കത്ത് വേണ്ടേ നമുക്ക്? അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകട്ടെ. കുടിക്കുന്നതിൽ ബറക്കത്ത് വേണം, കഴിക്കുന്നതിൽ ബറക്കത്ത് വേണം, കച്ചവടത്തിൽ ബറക്കത്ത് വേണം, മക്കളിൽ ബറക്കത്ത് വേണം, കുടുംബത്തിൽ ബറക്കത്ത് വേണം, സമൂഹത്തിൽ ബറക്കത്ത് വേണം, നിന്റെ ഓരോ വീടുകളിലും ബറക്കത്ത് വേണം, ഓരോ മൂലകളിലും, നിന്റെ വാഹനത്തിലും ബറക്കത്ത് വേണം. അതിനുവേണ്ടിയാണല്ലോ വാഹനം എടുത്താൽ നമ്മൾ ഉസ്താദ്മാരുടെ കൊണ്ടുവരും, അതിന്റെ താക്കോൽ കൊണ്ടുപോയി കൊടുക്കും, ദുആ ചെയ്യിപ്പിക്കും. വീട്ടിൽ വന്ന ആലിമീങ്ങളെ കൊണ്ടുവരും, ദുആ ചെയ്യിപ്പിക്കും. സുന്നത്ത് നമസ്കരിക്കും, വീട്ടിൽ ദിക്ർ ചൊല്ലും, ഖുർആൻ ഓതും. വീട് ബർക്കത്തുണ്ടാക്കാനാണ്, ഐശ്വര്യ സമ്പൂർണ്ണമാക്കാനാണ്. ഈ ഐശ്വര്യം സമ്പൂർണ്ണമാക്കിയത് നിലനിൽക്കണം, അതിനു വേണ്ടിയുമാണ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അൽ ബറക്കത്തു മഅൽ അകാബിർ, പ്രായം ചെന്നവരോടൊപ്പമാണ് ബറക്കത്ത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരൊറ്റ ചരിത്രം പറഞ്ഞുകൊണ്ട് ദുആയിലേക്ക് കടക്കുകയാണ്. അബൂ ഉമാമ റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ബഹുമാനപ്പെട്ടവരെ പറയുകയാണ്, ബൈന നഹ്നു റസൂലുള്ളാഹ് بين رسول الله صلى الله عليه وسلم وابو بكر وعمر وابو عبيدة بن الجراح. അബൂ ഉമാമ റളിയല്ലാഹു തആല പറയുകയാണ്, ഞാനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹും അബൂ ഉബൈദ ഇബ്നുൽ ആമിർ അൽ ജബ്റാഹ് റളിയല്ലാഹു അൻഹും ഞങ്ങളെല്ലാവരും കൂടി അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ഇരിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ ഒരു തോൽപാത്രം നിറയെ കുടിവെള്ളവുമായിട്ട് കടന്നു വരുകയാണ്. ഉതിയ ബിഖദഹിൻ വഫീഹി ശറാബ്, ഒരു തോൽപാത്രം നിറച്ചുള്ള വെള്ളവുമായിട്ട് ഇതാ ഒരു സഹാബി കടന്നു വരുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഉടനെ തന്നെ അതെടുത്തുകൊണ്ട് റസൂൽ എന്ന് പറയുകയാണ്, ഖുദ് യാ അബാ ഉബൈദ, ഖുദ് യാ അബാ ഉബൈദ, അല്ലയോ അബൂ ഉബൈദ, നീ പിടിക്കണേ, ഈ ഗ്ലാസിൽ പിടിക്കണേ, ഈ തോൽപാത്രത്തിൽ പിടിച്ചുകൊണ്ട് വെള്ളം ആദ്യമായി നിങ്ങൾ കുടിക്കണേ. എന്തുകൊണ്ടാണ് കൂട്ടത്തിൽ പ്രായം ചെന്ന വ്യക്തിയാണ് അബൂ ഉബൈദ, റസൂലുള്ളാഹിയേക്കാൾ പ്രായമുള്ള വ്യക്തിയാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെക്കാൾ പ്രായമുള്ള വ്യക്തിയാണ്, അബൂബക്കർ സിദ്ദീഖ് തങ്ങളെക്കാൾ പ്രായമുള്ള വ്യക്തിയാണ്. കുറച്ച് സഹാബത്തും ഇരിപ്പുണ്ട്, ബഹുമാനപ്പെട്ടതാകുന്ന അബൂ ഉമാമ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബത്തുണ്ട്.
ലോകത്തുണ്ട്. അവരെല്ലാം പ്രായം ചെന്നതായ അബൂ ഉബൈദയെ മുന്നിക്കുകയാണ്. അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, അന്ത ഹഖ്ഖു ബി യാ റസൂലല്ലാഹ്. പ്രായത്തിൽ മുതിർന്നവനായിരിക്കാം, പക്ഷേ നബിയെ തങ്ങളുള്ള സദസ്സിൽ തങ്ങളാണ് ഏറ്റവും അത്യുത്കൃഷ്ടൻ. തങ്ങൾ കുടിച്ചിട്ടതിന്റെ ബാക്കി തന്നാൽ മതി, അതിലാണ് ബറക്കത്തെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സമ്മതിക്കുന്നില്ല. ഖുദയാ അബാ ഉബൈദ, പഠിച്ചു വെക്കണേ ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട സഹോദരി, പ്രായം ചെന്ന വീട്ടിലുള്ള മാതാപിതാക്കള് ഗൗനിക്കണേ, ഗൗനിക്കണേ. വാപ്പ കഴിച്ചോ എന്ന് ചിന്തിക്കാതെ, ഉമ്മ കഴിച്ചോ എന്ന് ചിന്തിക്കാതെ കറി മുഴുവനും വടിച്ചെടുക്കുന്നതായ മക്കളില്ലയോ? ആ പ്രായം ചെന്ന ഉമ്മ കഴിച്ചിട്ടുണ്ടോ? അവർക്കൊരു കഷ്ണം മറ്റ് കിട്ടിയിട്ടുണ്ടോ? അവർക്കൊരു കഷ്ണം ഇറച്ചി കഷ്ണമോ മീനോ കിട്ടിയിട്ടുണ്ടോ എന്ന് ചെറുപ്പക്കാര് ശ്രദ്ധിക്കാതെ പോകരുതേ. ഗൗരവമുള്ള വിഷയമാണ്, വിഷയമാണ്. മാതാപിതാക്കളുടെ അനുമതിയില്ലാതെ ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ തുനിയരുതേ എന്ന് ശാഫി മദ്ഹബിലെ പ്രബലമാകുന്ന പണ്ഡിത നേതൃത്വം പറയുമ്പോ എത്ര ചെറുപ്പക്കാരിത് ശ്രദ്ധിക്കുന്നുണ്ട്? മാതാപിതാക്കളെ ഗൗനിക്കണേ. ഒരു സദസ്സിൽ നമ്മൾ ഇരിക്കുമ്പോ അതിൽ പ്രായമുള്ളവർ ആ സദസ്സിലുണ്ടെങ്കിൽ അവരെ കൈവെക്കാതെ, ആഹാരത്തിൽ കൈവെക്കാതെ അതിന് മുമ്പ് നീ കൈകടത്തരുതേ. അത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ മോശപ്പെട്ടതായ പ്രവണതയാണ്. ഇസ്ലാമിൽ അത് വലിയ തെറ്റായിട്ട് റസൂലുള്ള പഠിപ്പിക്കുകയാ. അത് ആദരവില്ലാത്ത പ്രവർത്തനമാണ്, അത് ബറക്കത്തിന്റെ നിഷേധമാണ്. റസൂലുള്ള ഇതാ അബൂ ഉബൈദയോട് പറയുകയാണ്, ഖുദയാ അബൂ ഉബൈദ, അബൂ ഉബൈദ പിടിക്കണേ, പിടിക്കണേ. അബൂ ഉബൈദ വിറയാർന്ന കൈയോടുകൂടി റസൂലുള്ള പറഞ്ഞതല്ലേ പിടിക്കാതിരിക്കാൻ കഴിയില്ല. ഫഅഖദ അബൂ ഉബൈദ, അബൂ ഉബൈദ പാത്രത്തിൽ പിടുത്തമിടുകയാ. ഫഖാല ഖബല അൻ യശ്റബ, കുടിക്കാൻ വായിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് വീണ്ടും റസൂലുള്ളയോട് പറയുകയാണ്, യന്താ ഹഖ്ഖു ബി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, തങ്ങളാണ് എന്നേക്കാൾ ഇതുകൊണ്ട് ബന്ധപ്പെട്ടത് റസൂലേ. അതുകൊണ്ട് തങ്ങൾ ആദ്യം കുടിച്ചിട്ട് ബറക്കത്താക്കി ഈ പാവപ്പെട്ടവന് നൽകിയാലും റസൂലേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇശ്റബിയാ അബാ ഉബൈദ. കയ്യിൽ പിടിപ്പിച്ചതിന് ശേഷം റസൂലുള്ള പറയുകയാണ്, കുടിക്കൂ അബൂ ഉബൈദ. കൂടെയുള്ള സഹാബത്തും റസൂലുള്ളയും ദാഹിച്ചിരിക്കുമ്പോഴും പ്രായം ചെന്ന വ്യക്തിയെ ബഹുമാനിച്ചുകൊണ്ട് റസൂലുള്ള കൊടുക്കുകയാണ്, കൊടുക്കുകയാണ്. ഞാനാണ് എന്ന വലിയവനെന്നുള്ള ചിന്ത മക്കളുടെ ഹൃദയത്തിലേക്ക് വരരുതേ. നീ IAS എടുത്തവനായിരുന്നാലും, നീ IPS എടുത്തവനായിരുന്നാലും, നിന്റെ വാപ്പയ്ക്ക് തുല്യം വാപ്പ മാത്രമാ, നിന്റെ ഉമ്മയ്ക്ക് തുല്യം ഉമ്മ മാത്രമാണ്, ഉമ്മ മാത്രമാണ്. ആ പ്രായം ചെന്നതാകുന്ന മാതാപിതാക്കളെ ഗൗനിക്കാതെ, അവരെ ഭക്ഷണം കഴിച്ചോ എന്ന് ചിന്തിക്കാതെ, അവരെ കൈവച്ചതിന് ശേഷം ബറക്കത്താക്കിയ ഭക്ഷണം കഴിക്കാതെ നിന്റെ ജീവിതം പോകരുതേ, പോകരുതേ. ആ പ്രായം ചെന്ന മാതാപിതാക്കളെയും കുടുംബത്തിൽ മുതിർന്നവരെയും നീ ബഹുമാനിക്കണേ. ബഹുമാനപ്പെട്ട അബൂ ഉബൈദ കുടിക്കുകയാണ്, കുടിക്കുകയാ. സന്തോഷത്തോടുകൂടി റസൂലുള്ള പറയുകയാണ്, അൽ ബറകത്തു മഅൽ അകാബിരി യാ സ്വഹാബാ, യാ സ്വഹാബാ. ഇനി കാലാകാലം വരുന്ന ജനസഹസ്രങ്ങളുടെ ഹൃദയാന്തരങ്ങളിലേക്ക് വളരെ തുളച്ചു കയറുന്ന വാക്ക് പറഞ്ഞുകൊണ്ട് റസൂലുള്ള നിർത്തുകയാണ്, അൽ ബറകത്തു മഅൽ അകാബിരി, അൽ ബറകത്തു മഅൽ അകാബിരി. പ്രായം ചെന്നവരോടൊപ്പമാണ് ബറക്കത്ത്. തീർന്നില്ല സഹാബ, മല്ലം യർഹം സഗീറനാ വലം യുവഖിർ കബീറനാ ഫലൈസ മിന്നാ. കുട്ടികളോട് കരുണ കാണിക്കാത്തവരില്ലയോ? ഒരു സദസ്സിൽ കൊച്ചുമക്കളുണ്ട് എങ്കിൽ ആ മക്കൾക്ക് ആദ്യമായ ഭക്ഷണം കൊടുക്കണേ. വീട്ടിൽ അതിഥികൾ വന്നാലും വീട്ടിലുള്ള കൊച്ചുമക്കളെ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുതേ. അതിഥികളെ കഴിച്ചിട്ട് പോകട്ടെ എന്ന് കരുതി ആ പാവപ്പെട്ട മക്കളെ വിഷമിപ്പിക്കരുതേ. അവർക്ക് ആദ്യം തന്നെ നൽകണേ. മല്ലം യർഹം സഗീറനാ, കുട്ടികളോട് കരുണ ചെയ്യാത്തവൻ, വലം യുവഖിർ കബീറനാ,
കുടുംബത്തിലുള്ളവരാകട്ടെ, നാട്ടിലുള്ളവരാകട്ടെ, സമുദായത്തിലുള്ളവരാകട്ടെ, ഏത് മതത്തിൽപ്പെട്ടവരാകട്ടെ, മുതിർന്നവരോടുള്ള ബഹുമാനം സൂക്ഷിക്കാത്തവൻ ഫലൈസ മിന്നാ, അവൻ നമ്മളിൽ പെട്ടവനല്ല, മുസ്ലിമല്ല, മുഅ്മിനല്ല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. നീ ബസ്സിൽ കയറുമ്പോൾ പ്രായം ചെന്ന ഒരു ഉമ്മയുണ്ട്, അവരെ ഇരുത്തണേ നിന്റെ ഇരിപ്പിടത്തിൽ. നീ ട്രെയിനിൽ കയറുമ്പോ നിനക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട്. പ്രായം ചെന്ന ഉമ്മമാര് മക്കളെ ഇതാ തോളിൽ പിടിച്ചുകൊണ്ട് അവരിതാ പലപ്പാല് കുടിപ്പിച്ചുകൊണ്ട് നിലകൊള്ളാൻ പ്രയാസപ്പെടുമ്പോ ആ പ്രായം ചെന്ന ഉമ്മയെ ഇരുത്താൻ നീ തയ്യാറാകണേ. അങ്ങനെ ചെയ്യാത്തിടത്തോളം ഫലൈസ മിന്നാ, നമ്മളിൽ പെട്ടവനല്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട SKSFന്റെ പ്രവർത്തകരോട് നമ്മൾ മാതൃകാ പുരുഷന്മാരാകണം. നാളെയുടെ നല്ല വക്താക്കളായി മാറണം. നാളത്തെ ഭാവിയുടെ പുഷ്പങ്ങളാണ് നിങ്ങൾ. നിങ്ങളെ കണ്ടുകൊണ്ട് ഈ സമുദായം ഉണരണം. ഈ സമുദായത്തിൽ ഓരോ സഹോദരിമാരും വിളിച്ചു പറയണം, എത്ര നല്ല പ്രവർത്തകരാണ് അലനല്ലൂരിലുള്ള ആ യൂണിറ്റിന്റെ പ്രവർത്തകർ. അൽഹംദുലില്ലാഹ്, അവരിലൂടെ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ കൂടി അവരിലേക്ക് ചേർക്കണമെന്ന് പറയണം. അതിന് നിങ്ങളുടെ ജീവിതത്തിൽ ബഹുമാനമുണ്ടാവണം. അലിമീങ്ങളെ നമ്മൾ ബഹുമാനിക്കണം, ഉലമാഇനെ ബഹുമാനിക്കണം. ഇന്ന് നമ്മൾ കൈക്കൊള്ളുന്ന ബഹുമാനത്തെക്കാൾ ഇരട്ടി ഇരട്ടി ബഹുമാനം നമ്മൾ എത്രത്തോളം കൈക്കൊള്ളുന്നവരുണ്ടോ തീർച്ചയായും അതിലാണ് ബറക്കത്ത് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി.